Good morning. Today we will be discussing about the topic marking system and grading system. Okay, well, students, the word evaluation is an inseparable process of education, and we all know that pupil evaluation is conducted through periodical test, annual examination, then marks obtained in test, exams, etc. And by getting the marks, have you ever thought that these marks, whether these marks shows the progress of the, whether these marks are the reflection of the progress of the student in their learning, or whether it is the progress of the institution, the teachers' capacity, etc. So we cannot say that by looking by looking into all these marks, we cannot say that the students or the institution or the teacher, they are all performing well. Our analysis of the present day evaluation has proved that the old system of evaluation was very much outdated, and it was an element of subjectivity, and it does not meet the goal of education. That is the old system, that is marking system, generates mental stress, and it emphasizes rote memorization. It leads to unnecessary competition among the students, and it hardly gives scope for any innovation in the education field. So, in the light of above mentioned factors, there was a strong need for examination reforms, and it led to the new system of evaluation, that is the grading system of evaluation. So, which system is more effective, grading or marking system? അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ഇതിലൊന്നും തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അവർ കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു നേരത്തെ തന്നെ വളരെ പണ്ട് തന്നെ എന്താണ് ഗ്രേഡിങ് മാർക്കിംഗ് സിസ്റ്റമായിരുന്നു. ദാറ്റ് ഈസ് മാർക്സ് അവാർഡ് ചെയ്യണം, ഓരോ ഇതിന് മാർക്സ് അവാർഡ് ചെയ്യണം. അപ്പം ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പം 60% ആണ്. 60. അപ്പം 60% കിട്ടിയ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ്. പക്ഷേ 59% കിട്ടിയ ഒരു കുട്ടി, ഇപ്പം 360 എന്ന് പറയുന്നത്, 500-ൽ 360 എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 359 കിട്ടിയ ഒരു കുട്ടി എപ്പോഴും അത് സെക്കൻഡ് ക്ലാസ്സിലേ വരുള്ളൂ. അപ്പോൾ അയാളുടെ ക്ലാസ് തന്നെ മാറി. അപ്പോൾ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എങ്ങനെ കുട്ടിയെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് സെക്കൻഡ് ക്ലാസ്സിലോട്ടാക്കാൻ പറ്റി, അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകരുത് എന്നുള്ള ഒരു ബേസിസിലൊക്കെയാണ് ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നത്. പിന്നെ അതുപോലെ മാർക്സ് മാത്രമല്ല, കുട്ടിയുടെ നോൺ അച്ചീവ്മെൻറ്റ് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള പാർട്ടിസിപ്പേഷൻ, ദെൻ ക്ലബ് ആക്ടിവിറ്റീസ്, അവർ പങ്ക്ച്വാലിറ്റി, റെഗുലാരിറ്റി, അങ്ങനെ പേഴ്സണൽ ട്രെയ്റ്റ്സ്, ഇതെല്ലാം തന്നെ ഈ ഫാക്ടേഴ്സ് ആകണം എന്ന് വെച്ചാൽ അസസ്മെൻ്റെ ഭാഗമാകണം എന്നൊക്കെ ഉള്ള ഒരു രീതി വന്നിട്ടാണ് ഒരു ആക്ച്വൽ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടായത്. പിന്നെ ബോത്ത് അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആക്ച്വൽ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം കൊണ്ടുവന്നു. അങ്ങനെയാണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986-92 ഹാസ് റെക്കമെൻഡഡ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് മാർക്സ് വിത്ത് ഗ്രേഡ്, and it is not enough for convincing others to advocate it. അങ്ങനെ യൂണിവേഴ്സിറ്റീസിലും എല്ലാ കോളേജ് എക്സാമിനേഷൻസിനെല്ലാം ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഓർ ഫൈനൽ എക്സാമിനേഷൻസ് വെയർ കൺസിഡേർഡ് ഇൻ ടേംസ് ഓഫ് ഗ്രേഡ്സ്. ഇന്ത്യയിൽ തന്നെ അത് ഗ്രേഡ്, അപ്പം ഗ്രേഡായിട്ട് വന്നു. പിന്നെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ CABE അവർ പറഞ്ഞു, ഫോർ all public examination the result should be declared subject wise and furnished in the form of grades എന്നുള്ളൊരു കാര്യം CABEയും റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മാർക്കിംഗ് ഈസ് ഫെമിലിയർ ടു ടീച്ചേഴ്സ്, പാരൻസ്, അതെല്ലാവർക്കും ഫെമിലിയറാണ്. പക്ഷേ മോഡേൺ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെ ആവരുത്. ഒരു ഗ്രേഡ്സിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാർക്സ് വേണം ഇൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അങ്ങനെ ഒരു മാർക്കിംഗ് ഒരു ലോങ് ടേം ആയിട്ട് വന്നെങ്കിലും പുതിയ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ്, അതൊക്കെയാണ് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ട്രേസ് ബാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്.
അപ്പോൾ ട്രഡീഷണൽ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് വാസ് ബേസ്ഡ് ഓൺ എ 0 to 100 സ്കെയിലായിരുന്നു. അതൊരു അബ്സല്യൂട്ട് സ്കെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. റിയൽ മീനിങ് ഓഫ് മാർക്സ് ക്യാൻ ബി ഡ്രോൺ വെൻ ദ നമ്പർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി കമ്പയർഡ് ടു ദോസ് അസൈൻഡ് ടു അതർ സ്റ്റുഡൻസ്. അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മാത്രമേ ഒരു മാർക്സ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷനിലൊക്കെയാണ് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായി വന്നത്. അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം വന്നപ്പോൾ മെജോറിറ്റി ഓഫ് സ്കൂൾസ് വെയർ ഇൻ പ്രാക്ടീസ് ഓഫ് യൂസിങ് ലെറ്റർ ഗ്രേഡ്സ് ആൻഡ് ദിസ് ലെറ്റർ ഗ്രേഡ്സ് വെയർ ടിപ്പിക്കലി ഇൻ്റർപ്രറ്റഡ് ആസ് ഫോർ എൻ എക്സലൻ്റ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ അച്ചീവ്മെൻറ്റിന്, എബോവ് ആവറേജ് അച്ചീവ്മെൻറ്റിന് സി, അല്ലെങ്കിൽ ആവറേജ് അച്ചീവ്മെൻറ്റിന് ഡി, അങ്ങനെയൊക്കെ ഉള്ള ഓരോ ലെറ്റർ ഗ്രേഡ്സ് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയാണ് ലെറ്റർ ഗ്രേഡ്സിൻ്റെ ഒരു എവല്യൂഷൻ. അപ്പോൾ അങ്ങനെ മാർക്കിംഗ് സിസ്റ്റം മാറിയിട്ട് അങ്ങനെ ലെറ്റർ ഗ്രേഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പിന്നെ പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാലത്തൊക്കെ മാർക്സേ ഉള്ളൂ, നമുക്ക് ഗ്രേഡ്സ് ഒന്നുമില്ല. എനിക്കൊക്കെ മാർക്സ് അങ്ങനെ ഒരു സോ ആഫ്റ്റർ ദ എവല്യൂഷൻ ഓഫ് ദ ലെറ്റർ ഗ്രേഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിന് സം ലിമിറ്റേഷൻസ് വെയർ ഓൾസോ ദെയർ ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ദ ലെറ്റർ ഗ്രേഡ് ഈസ് ദാറ്റ് ദേ ആർ ഓൺലി എ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺവേ റിലേറ്റീവ്ലി ലിറ്റിൽ യൂസ്ഫുൾ ഇൻഫർമേഷൻ ബിയോണ്ട് ദ ജനറൽ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ്, അല്ലേ? അപ്പോൾ വെറുതെ ഒരു മാർക്ക് എ ബി സി അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റിന് നല്ലൊരു വിഷൻ, നല്ലൊരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷനായിരുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഫെയിൽഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റുഡൻസ് ആക്ച്വൽ ലെവൽ ഓഫ് മാസ്റ്ററി. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ആവറേജിങ് ഓഫ് ദ ലെറ്റർ ഗ്രേഡ്സ് ഓഫ്റ്റൻ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ഇൻഫർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റുഡൻസ് ആക്ച്വൽ അച്ചീവ്മെൻറ്റ് അങ്ങനെ ഉണ്ടായി. അങ്ങനെ ന്യൂമറിക്കൽ ഗ്രേഡ്സ് കെയിം ഇൻ ടു ബീങ്. അപ്പോൾ ന്യൂമറിക്കൽ ഗ്രേഡ് ഈസ് അനദർ പ്രൊസീജിയർ ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം വിച്ച് ഈസ് വെരി മച്ച് സിമിലർ ടു ലെറ്റർ ഗ്രേഡ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ സ്കൂൾസ്. ന്യൂമറിക്കൽ ഗ്രേഡ്സ് എന്ന് പറയുമ്പം നമുക്ക് മോർ പ്രിസിഷൻ നമുക്ക് തരും ലെറ്റർ ഗ്രേഡ്സിനെ കാട്ടി. മേ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു ന്യൂമറിക്കൽ ഗ്രേഡ്സ് റേഞ്ചിങ് ഫ്രം 100 തൊട്ട് അങ്ങനെയുള്ളൊരു റേഞ്ചസ് നമുക്ക് തന്നു. എന്നുവെച്ചാൽ ലെറ്റർ ഗ്രേഡ്സ് ഇടും, നമ്പേഴ്സ് ഇടും. മീൻസ് ലെറ്റർ ഗ്രേഡ്സ് ഇക്വലൻറ്റ് ഫോർ ദ റേഞ്ച് ഓഫ് ന്യൂമറിക്കൽ ഗ്രേഡ്സ് ലൈക്ക് 90 to 100 എ ഗ്രേഡ്, 80 to 90 ബി ഗ്രേഡ്, അങ്ങനെ ഒരു സിസ്റ്റം വന്നു. ആദ്യം ലെറ്റർ ഗ്രേഡ്സ് മാത്രം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറി 90 to 100 എ, 80 to 90 ബി, 70 to 79 സി, അങ്ങനെയുള്ള കുറച്ച് ലെറ്റേഴ്സും കൂടി വന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു ട്രാൻസ്പാരൻ്റ് ആയി നമ്മൾ മാർക്കിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഈ ലെറ്റർ സിസ്റ്റം കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റ് ആയി. ആൻഡ് ന്യൂമറിക്കൽ ഗ്രേഡ്സ് ആർ ഈസിലി ആവറേജ് ടു ഒബ്റ്റെയിൻ ദ കറക്റ്റ് ഫൈനൽ വർക്കൊക്കെ എടുക്കാനും പാരൻസും പിന്നെ ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതെല്ലാവരും അവരത് കണക്കാക്കി അത് നല്ലതാണെന്ന് തോന്നി. പക്ഷേ അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായി. ദറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻസ് ആർ ഫൈനർ ദാൻ ഹ്യൂമൻ ക്യാൻ റിയലി It is not possible to determine the real difference between a grade of 77 and a grade of 78. ഞാൻ പറഞ്ഞതുപോലെ 77, 78 ആകുമ്പോൾ പിന്നെയും ലെറ്റർ ഗ്രേഡ് മാറി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ന്യൂമറിക്കൽ ഗ്രേഡ്സിനും പിന്നെ പോകെ ഉണ്ടായി. ഇപ്പം 70 to 79 എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് തൊട്ട് താഴത്തെ നമ്പർ ആകുമ്പോഴത്തേക്കും പണ്ടത്തെ പോലത്തെ മാർക്കിംഗ് സിസ്റ്റം പോലെ അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ ന്യൂമറിക്കൽ സിസ്റ്റത്തിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ ഉണ്ടായി വന്നു. അങ്ങനെ ഡയറക്റ്റ് ഗ്രേഡിംഗ് കെയിം ഇൻ ടു ബീങ്. And we know that evaluation is related with students learning with a general belief that it is an end-term activity. അല്ലേ, സ്റ്റുഡൻസ് പ്രോഗ്രസ് റെഗുലറായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന്
റെഗുലർ ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ആ ആക്ടിവിറ്റി കണ്ടിന്യൂസ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായി, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് എന്ന് പറയുമ്പം ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ കണ്ടിന്യൂസ്ലി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യണം, ഓരോ സ്റ്റേജും ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് കോംപ്രഹെൻസീവ് എന്ന് പറയുമ്പം നോട്ട് ഓൺലി ദ പിന്നെ കോസ്കോളാസ്റ്റിക്, ദറ്റ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോംപ്രഹെൻസീവ് evaluation which is carried out regularly, covering all aspects of students learning. Continuous and comprehensive evaluation not only scholastic, both scholastic and co-scholastic activities should be assessed എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. The term continuous defines that it puts stress on the process of evaluation in teaching, learning, and the spread over the entire span of an academic session. Continuous എന്ന് പറയുമ്പം ആ ഒരു എൻറ്റയർ സ്പാൻ അക്കാഡമിക് സെഷൻ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യും. അത് പഠിത്തം മാത്രമല്ല, അതിൽ കൊടുക്കുന്ന ഇറ്റ് എംഫസൈസസ് ദി ഇവാലുവേഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഞാൻ പറഞ്ഞത് ഗ്രോത്തും ഡെവലപ്മെൻറ്റും കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ടോട്ടൽ ടീച്ചിങ്ങിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഈ കോംപ്രഹെൻസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, ദറ്റ് ഈസ് ബോത്ത് ചൈൽഡ്സ് പേഴ്സണാലിറ്റി, അത് കവർ ചെയ്യണത് സ്കോളാസ്റ്റിക് ആൻഡ് കോസ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് ദ ചൈൽഡ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിലും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ നടത്തണം എന്ന് സ്ട്രോങ് ആയിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റും CBSE ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. So the main objectives of CCE, continuous and comprehensive evaluation എന്ന് പറയുമ്പോഴത്തേക്കും അത് കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ ആൻഡ് എഫക്റ്റീവ് സ്കിൽസ്, എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽസിനെ അത് ഇവാലുവേറ്റ് ചെയ്യും. സ്റ്റുഡൻസ് തിങ്കിങ് പ്രോസസ്സിനെ അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. മേക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോർമാറ്റീവ് ആൻഡ് സബ്മിറ്റീവ് ഇവാലുവേഷൻ, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. യൂസ് ഇവാലുവേഷൻ ഡേറ്റ ഫോർ ഇംപ്രൂവിങ് ദ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ്. ഇവാലുവേഷൻ ഡേറ്റ വെച്ച് ഇംപ്രൂവ് ദ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് പിന്നെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ലേണേഴ്സ്. അപ്പോൾ കുറച്ചും കൂടി become more active in the process of achievement. Then utilize assessment data as a quality control device to raise academic outcomes. അല്ലേ, ഈ അസസ്മെൻറ്റ് ഡേറ്റയെ തന്നെ ഈ CCE വന്നതോടുകൂടിയാണ് അതൊരു ക്വാളിറ്റി കൺട്രോൾ ഡിവൈസായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനേബിൾ ടീച്ചേഴ്സ് ടു മേക്ക് സ്റ്റുഡൻറ്റ് സെൻട്രിക് ഡിസിഷൻസ് അബൌട്ട് ലേണേഴ്സ് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോം ടീച്ചിങ് ലേണിംഗ് ഇൻറ്റു സ്റ്റുഡൻറ്റ് സെൻട്രിക് ആക്ടിവിറ്റി ആക്കാനൊക്കെ ഉള്ള ഒരു 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 നീക്കം നടന്നു ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ വഴി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ CCE വഴി കണ്ടിന്യൂറ്റി ഇൻ ഇവാലുവേഷൻ, അസസ്മെൻറ്റ് ഓഫ് ബ്രോഡ് ബേസ്ഡ് ലേണിംഗ്, ഇതുമെല്ലാം മെയിൻ ഒബ്ജക്റ്റീവ്സിൽ വരാം. ഇറ്റ് റെഡ്യൂസസ് സ്റ്റുഡൻറ്റ് പ്രഷർ ഓർ ട്രസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ എക്സാമിന്. സ്റ്റുഡൻറ്റ് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഈ CCE, ദറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ്റെ പാറ്റേൺ വെച്ച്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ദ 3 ഡൊമൈൻസ്, നേരത്തെ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ ആൻഡ് എഫക്റ്റീവ് പിന്നെ ഡൊമൈൻസിനെ CCE ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് എൻകറേജസ് ദ ലേണേഴ്സ് ടു ഡെവലപ്പ് ദെയർ തോട്ട് process in place of repetition learning or memorization of things എന്നുള്ള കോൺസെപ്റ്റ് അല്ലാതെ അവരെ തോട്ട് പ്രോസസ്സിനെ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് ഈ CCE സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ലേണേഴ്സിന് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദെയർ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ആണ് എന്നുള്ളൊരു ബോധ്യം വരുത്താനും, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് അച്ചീവ്മെൻറ്റിൽ എന്തെങ്കിലും അവർ ലാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയഗ്നോസിസ് നടത്തി റെമഡിയൽ മെഷേഴ്സൊക്കെ കൊടുക്കാനുള്ളൊരു ഉപാധിയായിട്ട് ഈ CCE ആക്ട് ചെയ്യുന്നു. പിന്നെ പറഞ്ഞതുപോലെ ടീച്ചേഴ്സിന് അവരുടെ ക്വാളിറ്റി കൺട്രോൾ ഡിവൈസായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം CCEയുടെ ഒബ്ജക്റ്റീവ്സായിട്ട് നമുക്ക് പറയാം.
സോ നീഡിൻ്റെ ആസ്പെക്റ്റ് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നീഡ് എന്ന് പറയുമ്പം ടു മേക്ക് ദ അസസ്മെൻറ്റ് പ്രോസസ് മോർ നീഡ് ഓഫ് CCE എന്ന് പറയുമ്പം ടു മേക്ക് ദ അസസ്മെൻറ്റ് പ്രോസസ് മോർ കോംപ്രഹെൻസീവ് ഇൻ നേച്ചർ ആൻഡ് the assessment provide information and feedback on the extent to which the school and teachers have been successfully achieved the expected outcome of education. ആ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് തന്നെ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് കിട്ടുന്നുണ്ടോ എന്ന് ഈ CCE നമ്മൾ മനസ്സിലാക്കിച്ചു തരുന്നു. Then next need എന്ന് പറയുമ്പം it helps to assess the performance of the learner. Then CCE use a variety of techniques to collect information about learners learning and progress in different subjects. Different techniques എന്ന് പറയുമ്പോഴത്തേക്കും പ്രോജക്ട്സ്, അസൈൻമെൻറ്റ്സ്, സോറി, ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പോലെ സെമിനാർസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് CCEയിലൂടെയാണ് ഉടലെടുത്ത് വന്നത്. Then continuous collection and record of information. It provides continuous collection and record of information. It gives importance to every learner's way of responding and learning. എല്ലാവരുടെ ലേണിംഗ് സ്റ്റൈൽസിന് പിന്നെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഉണ്ടായിട്ടുള്ളത്. കൺവെൻഷണൽ അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്നും ഒരുപാട് അഡ്വാൻറ്റേജസ് CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷന് ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചലഞ്ചസ് ഉണ്ട്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷന് ചലഞ്ചസ് ഉണ്ട്. ദാറ്റ് ഈസ് കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ദ ലേണർ ആൻഡ് വാട്ട് ഹാസ് ബീൻ അച്ചീവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് വെരി ലിമിറ്റഡ് ടൂൾ ഓഫ് അസസ്മെൻ്റൊക്കെ നമുക്കിപ്പോൾ ഈ CCEയിൽ ഉണ്ടാക്കിയിട്ടുള്ള എത്രത്തോളം അവർക്ക് കിട്ടിയെന്ന് മൊത്തത്തിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഈ കണ്ടിന്യൂസ് ആൻഡ് ഇതിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ, ദാറ്റ് ഈസ് ഡയഗ്നോസിസ് ചെയ്യാനും അതിന് റെമഡിയൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഒക്കെ, അങ്ങനെ കുറേ റോഡ് മെമ്മറൈസേഷൻ കുറയ്ക്കാനും അങ്ങനെ കണ്ടിന്യൂസ് ആൻഡ് പീരിയോഡിക് അസസ്മെൻറ്റ് CCEയിലൂടെ നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താണ് പോരായ്മകളുണ്ടെങ്കിലും ഇപ്പോഴത്തെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ തന്നെയാണ് ഒരു ബെറ്റർ ചോയ്സ് ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഈ നോട്ട്സ് എല്ലാം എഴുതിയെടുത്തതിന് ശേഷം യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ഇപ്പോൾ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ എങ്ങനെയാണെന്നും അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. വാട്ട് ഈസ് എ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ യൂസ്ഡ് ഇൻ സ്കൂൾസ്, അതെങ്ങനെയൊക്കെയാണെന്ന്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ ഉണ്ട്, അത് വരുന്നതേ ഉള്ളൂ, ഞാൻ പറയും. എന്നാൽ ഇപ്പോഴത്തെ ഒരു പാരഗ്രാഫിൽ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ A to പിന്നെ 90 to 100 A ഗ്രേഡ് അങ്ങനെ എനിക്ക് വേണ്ട. ഒരു പ്രിസൈസ് ഐഡിയ അബൌട്ട് ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ യൂസ്ഡ് ഇൻ സ്കൂൾസ്. അത് CBSE ആണോ സ്റ്റേറ്റ് ആണോ അങ്ങനെയൊന്നും ചോദിക്കേണ്ട. മൊത്തത്തിൽ സ്കൂൾസിലുള്ള പ്രസൻറ്റ് സിസ്റ്റം ഓഫ് ഇവാലുവേഷനെ കുറിച്ച് നിങ്ങൾ ഒരു ചെറിയ നോട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.